Yeah, but this all ain't no boat. Dance all night till the sun come up, we can't two-step no more. നമ്മളങ്ങനെ ഇറങ്ങി. ചെറിയ വെയിലുണ്ട്, എന്നാലും വെയിൽ വന്നും പോയൊക്കെ ഇരിക്കുവാണ്. ചെറിയ കാറ്റുണ്ട്, അതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വണ്ടിയുടെ ഡിസ്പ്ലേയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഇവിടുത്തെ എൻജിനീയറിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ഒരു ഷോപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ സീനറീസ് ആണ്. ലൈക്ക് നമുക്കോരോ ഫ്രെയിം വെച്ച്, എനിക്കറിയത്തില്ല ലൈക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു കാണുമ്പോൾ ഒരു രസം തോന്നാറുണ്ട്. ഇത് ഈ കാണുന്നില്ല, ഇത് ആക്ച്വലി ഇവിടുത്തെ ഹോസ്റ്റലാണ്. ഞങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കമീൻ LSG എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്. അപ്പം ഇവിടാണ് പൊതുവേ ഈ എറാസ്മസിലൊക്കെ വരുന്ന ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ പ്രൊഫസേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ലൈക്ക് എൻ്റെ സെയിം ഫ്ലോറിൽ പ്രൊഫസേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ലൈക്ക് അങ്ങനെ ലൈക്ക് മിക്സ്ഡ് ആയിട്ടാണെല്ലാം. ഇവിടുന്ന് നമ്മുടെ പള്ളിയുടെ ടോപ്പ് കാണാൻ പറ്റും. ഐ തിങ്ക് അവിടെ എന്തോ ഫങ്ഷൻ നടക്കുകയാണ്. അവിടെ ലൈക്ക് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നോർമലി ലൈക്ക് അവർ ഫങ്ഷൻ നടത്തുന്നത് വെച്ചാൽ നമ്മുടെ ലൈക്ക് ഒരു ഓഡിറ്റോറിയത്തിലോ ലൈക്ക് അങ്ങനെയുള്ള ഒരു, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായിട്ടല്ലേ ഫങ്ഷൻ നടത്താറില്ല പൊതുവെ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു റെസ്റ്റോറൻറ്റ് ഫുള്ളി റെൻറ്റിലെടുത്തിട്ട് അവരെ ഫങ്ഷൻ ആ റെസ്റ്റോറൻറ്റ് വെച്ച് നടത്തും. അപ്പം ഫുഡും കഴിക്കുക ഇത് കാരണം എല്ലാ ആൾക്കാർ വളരെ കുറവാണ് എല്ലാത്തിലും. ഇതാണ് നമ്മുടെ പള്ളി. നേരത്തെ ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ. ഓക്കെ, നമുക്ക് എന്തായാലും തീർക്കാം. അവിടെ അവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ പറ്റും. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷോപ്പുണ്ട്. ഷോപ്പിൽ നിന്ന് നമുക്ക് മെഴുകുതിരി വാങ്ങിച്ച് മെഴുകുതിരി കത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നു. അപ്പം എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, ലൈക്ക് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേർ ആർ യു ഫ്രം? ഓക്കെ, ഇറ്റ്സ് എ നോർമൽ ക്വസ്റ്റ്യൻ ബിക്കോസ് ലൈക്ക് ആൾക്കാർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകും. അപ്പോൾ ഓക്കെ, ഐ ആം ഫ്രം ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആർ യു എ ബുദ്ധിസ്റ്റ്? കാരണം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ആം ഐ എ ബുദ്ധിസ്റ്റ് ആണോ? ബിക്കോസ് അവർ ഇന്ത്യയെ കാണുമ്പം ലൈക്ക് മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ഹിന്ദുസ് ആൻഡ് അവർക്ക് ദേ ഡോണ്ട് നോ ക്രിസ്ത്യൻസ് അവിടെ എക്സിസ്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ ലൈക്ക് ഒരു ചെറിയൊരു ശതമാനമായി ലൈക്ക് ദേ ഡോണ്ട് നോ ലൈക്ക് ബിക്കോസ് യു നോ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് നോ ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ അവർ ഷോക്ക് ആവാറുണ്ട് എപ്പോഴും. എന്നിട്ട് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ലൈക്ക് വി ആർ ലൈക്ക് ഞാൻ നോർത്തേൺ പാർട്ടിൽ നിന്ന് ലൈക്ക് കാരണം മോസ്റ്റ് ഓഫ് ദ ഇവിടെ നിന്നുള്ള ആൾക്കാർ യൂറോപ്യൻസ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലോട്ടാണ് അവർ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദേ ഡോണ്ട് നോ കേരളം. ഓക്കെ ആൻഡ് അപ്പം ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഞാൻ ഫോട്ടോസ് വീഡിയോസും കാണിക്കാറുണ്ട്. മെയിൻലി നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ കാണിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സെക്യുലറായിട്ടുള്ള കാസ്റ്റിനെ നമ്മൾ ഒരേപോലെ കാണുന്നത് ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ചൈൽഡ്ഹുഡിൽ ലൈക്ക് നമ്മൾ എല്ലാ കാസ്റ്റിൻ്റെയും ലൈക്ക് എല്ലാ റിലീജിയൻ്റെയും പെരുന്നാളുകളും ഉത്സവങ്ങളും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ജനിച്ചു വളർന്നത്. പക്ഷേ അവരെൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പം അവർക്ക് വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂയിലോട്ട് അവർ എത്തിച്ചേരുന്നുണ്ട്. മനസ്സിലായോ? ബിക്കോസ് ലൈക്ക് എൻ്റെ നെയിം ചോദിക്കുമ്പം തന്നെ അവർ ഭയങ്കര ക്യൂരിയസ് ആണ്. ഹൗ യു ഗോട്ട് ദ നെയിം ജോർജ്? ബിക്കോസ് അത് ലൈക്ക് ഒരു ഇന്ത്യൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കിയിട്ടുമുണ്ട്. സോ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എനിക്കത് ചേഞ്ച് ചെയ്യാൻ
ഞാൻ മാക്സിമം ശ്രമിക്കാറുമുണ്ട്, അങ്ങനെ ശ്രമിച്ചിട്ട് നടന്നിട്ടുമുണ്ട്. അപ്പം അതാണ് വൺ തിങ്. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിംസ് ലൈക്ക് ഇവർ കാണുമ്പോൾ ഇവർക്കുണ്ടാവുന്ന പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുവാണ്, മനസ്സിലായോ? അപ്പം ഒരു പ്രൊപ്പഗണ്ട മൂവി എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇങ്ങനെ പുറത്ത് ഉള്ളവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് വളരെയധികം റേസിസം ഇല്ല എന്ന് എവിടെയും പറയുന്നില്ല, റേസിസം ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഒരു പാർട്ട് ഓഫ് ദ ലൈഫാണ്, അത് നമ്മൾ കോപ്പപ്പ് ചെയ്യും വേണം. പക്ഷേ ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ട മൂവീസ് കണ്ട് ലൈക്ക് അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ കാരണം ഇന്ത്യക്കകത്ത് ജീവിക്കുന്നവർക്ക് ലൈക്ക് അത് വലിയ പ്രശ്നമല്ല. എന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ എന്തും വേണ്ടി പ്രശ്നങ്ങൾ നടന്നു ആ മൂവിക്കെതിരെ. പക്ഷെ ഇത് പുറത്തുള്ളവർ ഇത് കൺസ്യൂം ചെയ്യുമ്പം അവർക്ക് വേറൊരു തോട്ട് പ്രോസസ്സിലോട്ടാണ് എത്തുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓക്കെ ഫോർ അസ്, ബിക്കോസ് എബ്രോഡ് ജീവിക്കുന്നവർക്ക് അവരുടേതായ പാടുകളുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ക്രോസ് ചെയ്തോട്ടെ. അന്നേരം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക്. ഒരിക്കലും കേരള എന്നുള്ളൊരു സ്ഥലം അറിയാമെങ്കിൽ തന്നെ ദേ ആർ ആസ്കിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സ്റ്റോറി, മനസ്സിലായോ? They don't know about Thrissur Puram. They don't know about our ഉത്സവം. They just know Kerala story. Because ഇങ്ങനത്തെ പ്രൊപ്പഗണ്ട നമുക്ക് മുന്നോട്ട് അവർക്ക് നീക്കി കൊടുത്തിട്ട് ലൈക്ക് വി ആർ ഫേസിങ് ദീസ് തിങ്സ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടി ലൈക്ക് ദേ ഡോണ്ട് കെയർ. കാരണം പുറത്ത് പോയവരുടെ ഇവർ വിചാരിക്കുന്നത് നാട്ടിൽ അവന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ പോയതാ. അങ്ങനെയല്ല, നാടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. വൺസ് എനിക്ക് പുറത്ത് വരുമ്പോൾ അറിയാൻ പറ്റും, നാടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതാരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇത് വേറൊരു നെഗറ്റീവ് ഫീൽ എടുക്കാതെ ഒരു പോസിറ്റീവ് ഫീൽ, ഞാൻ പോസിറ്റിവിറ്റഡ് ആവും. ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് ഒരു ഫോൾട്ട് മീൻസ് ലൈക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ. നിങ്ങൾക്കറിയായിരിക്കും, ഈ സുജിത് ഭക്തൻ്റെ ഒരു വ്ളോഗിൽ ഫിജിയിൽ സഹിതം കേരള സ്റ്റോറിയുടെ റിലീസിങ് ഉണ്ടായിരുന്നു. അപ്പം ഇത് അങ്ങനെ ഒരു നെയിം ഇടുമ്പം അവർക്ക് പറയാം ലൈക്ക് ഇത് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് അബൌട്ട് കേരള. കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ആൾക്കാർ ബീഫ് കഴിക്കുമെന്നാണ്. ബീഫ് അപ്പം നമ്മുടെ ഗോദ സിനിമയിലെ ടൊവിനോയുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, സീനുണ്ടല്ലോ, അതൊക്കെ എടുത്ത് പറയും. ഇത് ഞാൻ ഒരു പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഉള്ള ഒരു കോൺഫ്ലിക്റ്റിനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അങ്ങനെയൊന്നും ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതല്ല. നമ്മുടെ ഒരു സിറ്റിസൻ്റെ ഒരു പ്രശ്നം, മനസ്സിലായോ? നമ്മളത് ഫേസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നു, അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ വേറൊരു രീതിയിലുള്ള നെഗറ്റിവിറ്റിയോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇത് നമുക്ക് ഫേസ് ചെയ്ത കാര്യം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നു. അതിൻ്റെ അകത്ത് നോ മോർ ഡ്രാമാസ് ഇല്ല, ഓൺലി ട്രൂത്ത്സ്. ഓൾറൈറ്റ്, സോ ഗൈസ്, ഐ ആം എൻഡിങ് ദിസ് വ്ലോഗ്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഹോസ്റ്റലിൽ ഇപ്പോൾ എത്താറായി. ഹോസ്റ്റലിൽ പോകണം, പഠിക്കണം, ഫുഡ് കഴിക്കണം, ഉറങ്ങണം. Good night. Okay, so see you guys, have fun, enjoy, and make sure you like, share, comment and subscribe too. The talks ishta allengil do comment, because you know I don't want to make crazy, because നിങ്ങൾക്ക് അത് ഇഷ്ടം അല്ലെങ്കിൽ ഞാനത് പറയുന്നതിൻ്റെ അർത്ഥമില്ലല്ലോ. സോ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഫ്രം നെക്സ്റ്റ് വ്ലോഗ് ഐ വിൽ നോട്ട് സേ എനിത്തിങ് ലൈക്ക് ദിസ്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് എൻ്റെ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ തോട്ട്സ് ആയിരിക്കും. ഓക്കെ, സോ അത് മേക്ക് ഷുവർ യു കമൻറ്റ്. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ടു.